ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചായയൊക്കെ റെഡിയാക്കി വെള്ളയപ്പം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് നോക്കുമ്പോൾ ഇവിടെ അടുക്കളയിൽ തന്നെ ഇരുന്ന് രണ്ടുപേരും കൂടി പൂവുണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഒരു പൂവുണ്ടാക്കി കണ്ടപ്പോൾ സുഡാപ്പി പറഞ്ഞു എനിക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഉണ്ടാക്കി തരുമെന്ന്. അപ്പോൾ അങ്ങനെ അവന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അതിൽ പറഞ്ഞത് ഇതൊന്ന് വ്ളോഗായിട്ട് ഇടുമെന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ അവരുടെ ഞാനൊന്ന് ഷൂട്ട് ചെയ്തെടുത്തു. അതിൻ്റെ ശേഷം ഞാൻ വിചാരിച്ചെന്തായാലും വീഡിയോസൊന്നും ഇപ്പം ഇന്ന് ഇടാനായിട്ട് വീഡിയോസൊന്നും ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ അവരുടെ ഇതൊന്ന് ഞാൻ ഷൂട്ട് ചെയ്തെടുത്തു. ചെറിയൊരു ഭാഗം ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. വെച്ചാൽ പാത്തൂസ് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കലിപ്പാവും ചിലപ്പോൾ. പിന്നെ ദിലുവിന് ഇന്ന് ക്ലാസ്സില്ല എന്നല്ല, അവന് കാലുമേ ചെറിയതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ഇതായിട്ട് അതുമെന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. പഴുത്തിട്ടില്ല, എന്നാലും ഇങ്ങനെ കാലിൻ്റെ ചെരുപ്പ് ഇടുന്ന വള്ളി കെട്ടുന്ന ഭാഗം തന്നെ ആയ കാരണം അവനിങ്ങനെ ഉണങ്ങണില്ല ശരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് അവനിന്ന് ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീച്ചർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു, ഇപ്പോൾ പരീക്ഷയ്ക്കല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് ക്ലാസ്സിൽ പോയിട്ടില്ല. അപ്പോൾ വേഗം ഇനി സുഡാപ്പീനെ പറഞ്ഞയക്കണം. അപ്പോൾ അതിൻ്റെ തിരക്കുകളാണ്. അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നാളികേരപ്പാൽ അതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ പഞ്ചസാരയൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. ഇനിയിപ്പോൾ വേഗം അവർക്ക് സുഡാപ്പിക്കുള്ള ഭക്ഷണം ഒന്ന് കൊടുത്തതിന് സുഡാപ്പിനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കാം. അപ്പോൾ വണ്ടി വരുമ്പോഴേക്കും വേഗം ഇനിയിപ്പോൾ അവനെ കുളിപ്പിക്കണം, ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ആ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു വന്നു. ഇനി സുഡാപ്പിനെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാണ് കേട്ടോ. അപ്പോൾ അവ ഉണ്ടാക്കിയ ഫ്ലവർ ഇപ്പോൾ കവറിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവൾ അതെന്താണ് എന്ന് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ കവറിൽ ഇങ്ങനെ കണ്ടപ്പോൾ. അപ്പോൾ അങ്ങനെ സുഡാപ്പിനെ സ്കൂളിലേക്ക് വണ്ടി കയറ്റി വിട്ടു. അതിൻ്റെ ശേഷം ഞാൻ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ കാലത്തെ ചോറും കറിയും ഒക്കെ വേഗം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കറി ഇന്നലത്തെ തന്നെ ഉണ്ടായിരുന്നു. ചോറ് ഞാൻ വേഗം വെള്ളയപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ കറി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഗോതമ്പ് ഇപ്പോൾ നോമ്പൊക്കെയല്ല വരുന്നത്, അപ്പോൾ ഗോതമ്പ് ഒന്ന് പൊടിപ്പിച്ചെടുക്കണം. പിന്നെ കുറച്ച് ഗോതമ്പ് ഇപ്പോഴുള്ളൂ കേട്ടോ, 2 കിലോ ഗോതമ്പ് കിട്ടിയത്. ഇനിയിപ്പോൾ ബാക്കി ഞാൻ വേറെ ആൾക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പൊടിപ്പിച്ചെടുക്കണം. അപ്പോൾ അത് നാളെ മറ്റന്നാളായിട്ട് കിട്ടും. അപ്പോഴേക്കും ഇതൊന്ന് ഉണക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ ഗോതമ്പ് ഞാൻ 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തതാണ്. അപ്പോൾ ബാക്കിയുള്ള എന്നിട്ട് പിന്നെ ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് ഞാനതൊന്ന് മാറ്റി വെക്കാനുണ്ട്. അപ്പോൾ വെള്ളം ഒന്ന് ഊറി വന്നതിന് ശേഷം നമുക്കതൊന്ന് വെയിലത്തിടാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പം അങ്ങനെ ഗോതമ്പൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ദിലും അവിടെ പാത്തുവിൻ്റെ കൂടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ രണ്ടാളും ഞാൻ അകത്തേക്ക് ആക്കി ഇറങ്ങിയെന്ന് വെച്ചാൽ ഇപ്പം നല്ല വെയിലുണ്ട്. 10 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല വെയിലാണ്, പുറത്തേക്ക് തീരെ കടക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സൈഡിലായാലും മറയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നല്ല വെയിലാണ്. അപ്പോൾ അവൾ പുറത്തേക്ക് എൻ്റെ കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിലും കൊണ്ട് നടക്കും. പിന്നെ ഇപ്പോൾ 1 മാസമായി ഇവിടെ, 1 മാസത്തോളം ആകാറായിട്ടോ വെള്ളമൊന്നും ഇല്ലാണ്ട്, പൈപ്പിൽ വെള്ളം ഇല്ലാണ്ട്. അപ്പോൾ ഫ്രണ്ടിലത്തെ വീട്ടിൽ നിന്ന് ഞാൻ വെള്ളം കോരിയെടുക്കണം കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കാലിയിരിക്കും. ഇപ്പോൾ കുളിയും അലക്കും എല്ലാതും കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഗോതമ്പ് അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ വേഗം ഇനി പാത്തൂസം ഒന്ന് ഇളകി ഇതാകുമ്പോഴേക്കും വേഗം ഒന്ന് വെള്ളം കോരാലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1 മാസത്തോളം ആകാറായി വെള്ളം ഇല്ലാണ്ട്. അപ്പോൾ ഡെയിലി ഇവിടെ നിന്ന് തന്നെ കോരണം. അപ്പോൾ ഞാൻ പാളയം കയറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നും ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ചോദിച്ച് മേടിച്ചിട്ട് വന്ന് വെള്ളം കോരാറ്. അപ്പോൾ ഇന്നലെ അവിടുത്തെ കടൊരു ഫ്രണ്ട് ഉണ്ട്, ആളൊന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ആൾ പാളയം കയറി മേടിച്ച് കൊണ്ടു തന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ പോയി മേടിക്കേണ്ട ഒരു ടൗണിലേക്ക് പോകണേ. അപ്പോൾ പിന്നെ ആൾ വിളിച്ച് പറഞ്ഞപ്പോൾ ആൾ ഓട്ടോറിക്ഷ എടുക്കുന്ന ആളാണ്. അപ്പോൾ ആൾ അത് വേഗം മേടിച്ച് കൊണ്ടു തന്നു. അപ്പം അങ്ങനെ വെള്ളമൊക്കെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം വെള്ളം കുറേ കായുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാത്തിലും നിറച്ചു. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് അടച്ച് വയ്ക്കണം, അല്ലെങ്കിൽ കാക്കകൾ വന്നിട്ട് ഒക്കത്തിലും തലയിട്ട് ആകെ കലക്കി ഒരു വിധമാക്കും വെള്ളം. അപ്പോൾ ഇത് അടച്ചു വയ്ക്കണം. കാക്കകൾ തന്നെ വേണമെന്നൊന്നുമില്ല, പാത്തൂസായാലും മതി. പാത്തൂസ് ഇങ്ങോട്ട് ബാക്കിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മണ്ണൊക്കെ വാരിയിടും, എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് അതിൽ കലക്കിയൊക്കെ വെക്കും. അപ്പോൾ എന്തായാലും അടച്ച് വയ്ക്കുക തന്നെ വേണം. അപ്പം അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് അടച്ച് റെഡിയാക്കി വെച്ചു. അപ്പോഴേക്ക് ഗോതമ്പിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഉറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ പുറത്തൊരു ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വിരിച്ച് അങ്ങോട്ട് ഗോതമ്പ് എടുക്കാൻ പോകുമ്പോഴേക്കും പാത്തൂസ് അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദിലുവിനെ വിളിച്ചപ്പോൾ വീണ്ടും ദിലുവിൻ്റെ കൂടെ പോയിട്ട് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് ആ കുട്ടിയും ഉണ്ട് കേട്ടോ. അവർക്കൊന്നും ക്ലാസ്സില്ല, സ്കൂളിൽ എന്തോ പഠനോത്സവം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരൊന്നും പോയിട്ടില്ല. അപ്പോൾ എല്ലാ കുട്ടികളൊന്നും ഉണ്ട്, സുഡാപ്പി മാത്രമാണ് കേട്ടോ ഈ ഭാഗത്ത് സ്കൂളിൽ പോയിട്ടുള്ള ഞങ്ങളുടെ ഈ വഴിയിൽ കേട്ടോ.
അപ്പം അങ്ങനെ ഗോതമ്പൊക്കെ ഒന്ന് വെയിലത്തിട്ടു. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മുടെ മുളകും അതൊക്കെ ഇട്ട് വയ്ക്കുന്ന പാത്രങ്ങൾ കുറച്ചൊക്കെ ഒന്ന് കാലിയായതൊക്കെ ഞാൻ ഒന്ന് കഴുകിയെടുക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നനച്ചുള്ളി പണിയിൽ ഇതൊക്കെ ഒന്ന് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത്, ഗോതമ്പ് അരി ഒന്ന് പൊടിപ്പിച്ചെടുക്കൽ, പിന്നെ എന്താ പറയുക പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യലൊക്കെ ഒന്നും ഉണ്ടായിരുന്നു. ബാക്കി പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. പിന്നെ ഇപ്പോൾ ചെടിയുടെ ഇടയിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കുറച്ച് മുറ്റത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കിയെല്ലാം നനച്ചുള്ളി പണിയിൽ ബാക്കി എല്ലാ പണികളും ഏകദേശം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അരി ഒന്ന് പൊടിപ്പിച്ച് അതൊന്ന് വറുത്ത് റെഡിയാക്കി എടുക്കണം. അത്ര ചെറിയ കുറച്ച് പണികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താ പറയുക അലമാര ഒന്ന് ഒതുക്കാനുണ്ട്. വേറെ ഇതായിട്ടുള്ള പണികളൊന്നും ഇല്ല കേട്ടോ. അപ്പം അങ്ങനെ പാത്രങ്ങളൊക്കെ ഒന്ന് ഞാൻ തേച്ച് വെച്ച് പിന്നെ ഒന്ന് കഴുകി. വെള്ളം ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. വെള്ളം ഇല്ലാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയേണ്ടല്ല അവസ്ഥ എന്താണെന്നുള്ളത്. പിന്നെ ഉണ്ണീനെ വെച്ചിട്ടായാലും ഈ ചൂടത്തൊക്കെ നമുക്ക് കോരി കൊണ്ടുവന്ന് ഒഴിക്കലൊക്കെ എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ ഇപ്പോഴത്തെ ചൂട് ശരിക്കും കൊള്ളാൻ പാടില്ല എന്ന് പറയുകയും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ വാട്സപ്പിൽ അതിലൊക്കെ ടീച്ചർമാരായാലും ഉസ്താദുമാരൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെയിൽ അങ്ങനെയൊക്കെ 11 മണി തൊട്ടിട്ട് 3 മണി വരെയുള്ള വെയിൽ കൊള്ളാൻ പാടില്ല. കുട്ടികളെ തീരെയും കൊള്ളിക്കരുത്, ഡയറക്റ്റായിട്ട് കൊള്ളിക്കരുത്. പിന്നെ അതേപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാരായാലും പുറത്ത് ജോലിക്കൊക്കെ നിൽക്കുന്ന ആൾക്കാരായാലും തൊപ്പിയോ എന്തെങ്കിലും തലയിൽ എന്തെങ്കിലുമൊക്കെ ധരിച്ചിട്ട് വേണം. വെയിൽ കൊണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ അങ്ങനെ തലയിൽ എന്തെങ്കിലുമൊക്കെ ഇടണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എൻ്റെ കയ്യിലായാലും ഞാനിപ്പോൾ അലക്കാനൊക്കെ ഇവിടെ നിന്നിട്ട് വെള്ളമില്ലാത്ത കാരണം വാഷിംഗ് മെഷീനിലല്ല അലക്കല്ലുമ്മേൽ അലക്കണേ. അപ്പം അങ്ങനെ വെയിൽ കൊണ്ടിട്ട് എൻ്റെ കൈമേലായാലും ചെറുതായിട്ട് ഇങ്ങനെ കളർ മാറ്റം വന്നിട്ട് ഒരു റൗണ്ടായിട്ട് ഭയങ്കര ചൊറിച്ചിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ 2 ദിവസം ഞാൻ കാലത്ത് എണീറ്റ ശേഷം അലക്കണ കാരണം കൊണ്ട് നല്ല മാറ്റം വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ചെറിയൊരു വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ.